ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ക്യാപ്റ്റൻസി തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടന്നത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അവിടെ സ്ഥാനാർത്ഥികളെയും നിർണയിച്ചു, പ്രചാരണവും നടന്നു, വോട്ട് പിടുത്തവും കഴിഞ്ഞിരുന്നു. സ്ഥാനാർത്ഥിക്ക് വേണ്ടി മറ്റുള്ളവർ വോട്ട് ചോദിക്കുന്ന രീതിയും ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറി. അതൊക്കെ നമ്മുടെ ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു. നിലവിലുള്ള പവർ ടീമിനെ എങ്ങനെയെങ്കിലും തുരത്തണം, പകരം പുതിയ അംഗങ്ങളെ ആ ഒരു സ്ഥാനത്തേക്ക് കയറ്റുകയും വേണം. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി വീറും വാശിയുമേറിയ വടംവലി മത്സരം നടന്നു. അതിൽ നമ്മുടെ ജിൻഡോ വന്നതുകൊണ്ട് തന്നെ ക്യാപ്റ്റനായി ജിൻഡോ വരണമെന്ന് വീട്ടുകാർ ആഗ്രഹിച്ചു. ജിൻഡോയ്ക്ക് 11 വോട്ടുകളാണ് ഇതിനു വേണ്ടി കിട്ടിയത്. ആദ്യം തന്നെ അഭിഷേക്, ശ്രീകുമാർ, ശരണ്യ, ശ്രീരേഖ, സായി കൃഷ്ണ, നന്ദന, സിബിൻ, ജാൻമണി, ഋഷി, പൂജ കൃഷ്ണ, അൻസിബ, അവസാനം നമ്മുടെ ജിൻഡോയുടെയും. ഈ ഒരു 11 വോട്ടുകൾ ചേർത്തിട്ടാണ് നമ്മുടെ ജിൻഡോയ്ക്ക് കിട്ടിയത്. ഇത്രയും ആൾക്കാരാണ് ജിൻഡോയ്ക്ക് വോട്ട് നൽകിയത്. എതിർ സ്ഥാനത്തുണ്ടായിരുന്ന മത്സരാർത്ഥി നമ്മുടെ ഗബ്രി ആയിരുന്നു. ഗബ്രിക്ക് വേണ്ടി അർജുൻ, അപ്സര, റസ്മിൻ, ഗബ്രി ഇവരുടെ ഈ ഒരു 4 വോട്ടുകളാണ് ഗബ്രിക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 2 വോട്ടുകളെ അഭിഷേകും അതുതന്നെ ജാസ്മിനും 2 വോട്ടുകളുമായി വന്നു. ശ്രീധുവിനാണെങ്കിൽ നോറയുടെ വോട്ടും ശ്രീധുവിന്റെ വോട്ടുമാണ് ലഭിച്ചത്. ശേഷം ഗാർഡൻ ഏരിയയിൽ പോളിംഗ് ബൂത്ത് വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചിരിക്കുന്ന കളറുള്ള കുറച്ച് കടലാസ് പേപ്പറുകൾ അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഏത് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് എഴുതിക്കൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ വ്യക്തമായ ആ ഒരു പേര് പ്രദർശിപ്പിക്കണം. ഇത് പ്രദർശിപ്പിച്ചതിന് ശേഷം ബാലറ്റ് പെട്ടിയിൽ കൊണ്ട് നിക്ഷേപിക്കാനായിട്ട് ബിഗ് ബോസ് പറയുകയാണ്. അങ്ങനെ ക്യാപ്റ്റന്റെ റോൾ എന്താണെന്ന് പവർ ടീം അംഗങ്ങളുടെ മുൻപിലും വീട്ടുകാരുടെ മുൻപിലും തെളിയിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മുടെ ജിൻഡോയുടെ മുൻപിലുള്ളത്. കാരണം നിലവിലുള്ള ക്യാപ്റ്റൻ യാതൊരു വിലയും കൊടുക്കാതെയാണ് ഇപ്പോഴുള്ള പവർ ടീം അംഗങ്ങൾ പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പവർ ടീമിന് എന്താണ് ക്യാപ്റ്റന്റെ റോൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. മറ്റു ഹൗസ് മേറ്റ്സിനും ക്യാപ്റ്റൻ എന്താണ്, എങ്ങനെയായിരിക്കണം ഒരു നല്ല ക്യാപ്റ്റൻ എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയാണ് നമ്മുടെ ജിൻഡോയ്ക്ക് മുൻപിലുള്ളത്. അത് എത്രത്തോളം സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു ഈ ഒരു സംഭവത്തിൽ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജാസ്മിൻ വോട്ട് ചെയ്തത് ഗബ്രിക്കല്ല, ജാസ്മിന് അഭിഷേകിനാണ് വോട്ട് കൊടുത്തത്. എന്തുകൊണ്ട് ഗബ്രിക്ക് വോട്ട് കൊടുത്തില്ല എന്നുള്ളത് എനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ല. പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഒരുപക്ഷെ ജാസ്മിൻ്റെ ആ ഒരു ഗെയിം പ്ലാനുകൾ മാറി വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ജാസ്മിൻ മറ്റേതെങ്കിലുമൊക്കെ ദിശയിലേക്ക് പോവുകയായിരിക്കാം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനിയുള്ള പുതിയ ട്വിസ്റ്റുകൾക്കായി. പ്രേക്ഷകർക്ക് ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടിച്ചേരുന്നത്.